മോളെ സന്തോഷമായ പുലിയെ പിടിച്ചത്. മോക്ക് സന്തോഷം. എന്റെ അമ്മയും എന്റെ അനിയത്തിയും കൊണ്ട് പോയില്ലയോ? മോക്ക് സന്തോഷമായോ? ഞാൻ ഇപ്പൊ താരം പോയി എടുത്തോണ്ട് വന്നാ. ഇതിനു വേണ്ടി വാങ്ങിക്കൊണ്ട് വന്ന അത് ഞാൻ മേടിച്ചോണ്ട് വന്ന് താരം മേടിച്ചോണ്ട് വെച്ചാ ഞാൻ ഇതാണ് കൊടുക്കുന്നത്. ഈ കട്ടില കിടന്ന എന്റെ അടുത്ത് കുഞ്ഞുങ്ങൾ കിടക്കും പോലെ ഞാൻ കിടക്കുന്നത്. അങ്ങനെ ഞാൻ വളർത്തിയത്. പിന്നെ എനിക്ക് ഭയങ്കര പേടിയല്ലോ. ഈ ഒരു കുട്ടിയല്ല ഉള്ളത്. ഒന്നാ തന്നെ ഇതിന് പിന്നെ കഞ്ചാവ് കൊടുക്കും മലയൊക്കെ കൊടുത്തല്ലേ വളർത്തും. പാല് കുടിച്ചിട്ടില്ലല്ലോ. മോളെ സന്തോഷമായ പുലിയെ പിടിച്ചത്. മോക്ക് സന്തോഷം. എന്റെ അമ്മയും എന്റെ അനിയത്തിയും കൊണ്ട് പോയില്ലയോ? മോക്ക് സന്തോഷമായോ? ഇതിന്റെ അമ്മയും ഈ സഹോദരി ഇല്ലേ, സഹോദരി കൊണ്ടുപോയ പുലിയെ തന്നെ പിടിച്ചല്ലോ. പിടിച്ച അതിനകത്ത് സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. മണിക്കുട്ടിയല്ലേ കൂട്ടിലിട്ടത്? ഈ ആടിനെയാണ് കൂട്ടിലിട്ടത്. തന്നെ കൂട്ടിലിട്ടത്. അവര് പറഞ്ഞു ഇതിനെ കൂട്ടിയിലാണ്. അമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു ഇതിനെ കൊണ്ടുപോകുന്നല്ലോ. എനിക്ക് ഭയങ്കര പേടിയായി ഇതിനെ കൊണ്ടുപോകുന്നു. സ്വന്തം മക്കളെ പോലെ നോക്കി ഞാൻ കാണുവാ. അമ്മ ചായ കൊടുക്കുന്നു പറഞ്ഞു. ചായ കടുംചായ കൊടുത്തത്. കടുംചായ കുടിക്കുന്നത്. അതെ, ഈ പാത്രം ഒരു പാത്രം കടുംചായ കുടിക്കും. ഞാനും കുടിക്കും, എന്റെ ആടും കുടിക്കും. അമ്മ കണ്ടോ, ഇത് അമ്മ കഴിക്കുന്ന ആഹാരം തന്നെ ഇതിനും കൊടുക്കും. ഞാൻ ഇപ്പൊ താരം പോയി എടുത്തോണ്ട് വന്നാ. ഇതിനു വേണ്ടി വാങ്ങിക്കൊണ്ട് വന്ന അത് ഞാൻ മേടിച്ചോണ്ട് വന്ന് താരം മേടിച്ചോണ്ട് വെച്ചാ ഞാൻ ഇതാണ് കൊടുക്കുന്നത്. ഇത് മേടിച്ച് എല്ലാം തിന്നോളൂ. അതിന്റെ തള്ളയും ഇത് എല്ലാം തിന്നോളൂ. രണ്ട് ആടിനെ ഇവിടെ തന്നതേ അതിനെ പേടിച്ചാണ് ഇവിടെ വളർത്താത്ത. പേടിച്ചാ വളർത്താത്. അവര് പറഞ്ഞ് ഇവിടെ നിർത്തണ്ട, ഞാൻ കൊണ്ടുപോയി ഇന്ന് തീരുവാനായിട്ട് കൊണ്ടുവന്നായിന്ന് പറഞ്ഞു. അമ്മ 10-60 വർഷമായിട്ട് ഇവിടെ ഞാൻ 10-60 വർഷം കൊണ്ടാ കൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നോളാം. പൊറോട്ട, ദോശ, അതുപോലെ മീന്, ഇറച്ചി എല്ലാം. ഞാൻ കടയിൽ പോകുവാണെങ്കിൽ എന്താ പലവരും മറ്റൊന്ന് കൊടുക്കും. അങ്ങനെ ഞാൻ എല്ലാം കഴിച്ചോളൂ. എന്താ തിരിഞ്ഞു കാണിക്കാത്ത എന്താ കൊണ്ട് കൊടുത്താലും അവര് കഴിച്ചോളൂ. അതുപോലെ പൊന്നുപോലെ ഇതുപോലെ ഈ കട്ടില കിടന്ന എന്റെ അടുത്ത് കുഞ്ഞുങ്ങൾ കിടക്കും പോലെ ഞാൻ കിടക്കുന്നത്. അങ്ങനെ ഞാൻ വളർത്തിയത്. നമ്മുടെ 2 ആടുകൾ പോയപ്പോൾ വിഷമം എങ്ങനെയായിരുന്നു? എന്റെ വിഷമം, എനിക്ക് ഭയങ്കര വിഷമം. എന്റെ കുഞ്ഞുങ്ങൾ പോയപ്പോൾ എനിക്ക് ഇത്ര വിഷമം. എന്റെ ഭർത്താവ് ഇത്ര വിഷമമില്ല. അതുപോലെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നത്. എനിക്ക് അതിനായിട്ട് വിഷമമില്ലയോ? ഞാൻ ഇപ്പൊ ഈ തണുപ്പിനകത്ത് ഇട്ടേക്കുന്നുണ്ട്. ഞാൻ ഒരു രാത്രി കിടന്ന് എന്തോ കത്തതൊന്നുമില്ലയോ? ഒന്നാനെ നമ്മളെ പോലല്ലേ. ഇതിന്റെ തള്ളയാടിന് 2.5 ലിറ്റർ പാല് കിട്ടുമായിരുന്നു. ആ പാല് അമ്മ ഉപയോഗിക്കത്ത് പോലും ഇല്ല. ഇതിന് തന്നെ കൊടുക്കുമായിരുന്നു. അത്രയ്ക്ക് പൊന്നുപോലെ വളർത്തി. അത്രോ പൊന്നുപോലെ കുഞ്ഞുങ്ങളെ വളർത്തും പോലെ എവിടെ പോയാലും എന്റെ കുറെ കൊണ്ട് നടന്ന് വളർത്തി കൊണ്ട് വന്നതാ. ഇപ്പൊ അവര് പോയി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇനി മറ്റേ 2 ഇണക്കി കൊണ്ടുവന്നെങ്കിലേ എന്റെ ഇതും മാറുള്ളൂ. അത്യാവശ്യം മാറില്ല. 10-60 വർഷം കൊണ്ട് ഞാൻ ഇവിടെ താമസിക്കുക. ഞാൻ ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം. മക്കളെ 2നെയും ബുദ്ധിമുട്ടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇത്രയും പേര് കെട്ടി വലിക്കുന്നു. ഭർത്താവുള്ള കാലം വരെ ഇതുപോലെ കന്നാലിയും ആടിനെയും കന്നാലിയൊക്കെ പശുവിനെയൊക്കെ കെട്ടുന്ന എത്തിലത് അങ്ങനെ കെട്ടി വളർത്തി കെട്ടിയാനുള്ളപ്പോൾ മലയെ കൊണ്ടുപോയി എല്ലാത്തിനും മലയെ കൊണ്ടുപോയി തീറ്റി പോറ്റി കൊണ്ടുവരുന്നതാ. ഇപ്പൊ കെട്ടിയാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനെ മല വിടത്തില്ല. മല കൊണ്ട് കയറുന്നത് മല കൊണ്ട് വിട്ടാൽ ഇത് ഒരു ഇല പോലും പറിക്കത്തില്ല. അതിന് കുടിയാടെ നടന്ന് തീറ്റി അടക്കുക. ഇപ്പൊ 2 വർഷം കൊണ്ട് ഞാൻ ഈ മല കയറുന്നതേ ഇല്ല. ഈ കയറാൻ കാലിന്റെ മുട്ട് മടങ്ങത്തില്ല. ചിലപ്പം കാട്ടിലെങ്ങനെ കുരുങ്ങി ഞാൻ അവിടെങ്ങനെ കടന്നു. ആടറിയും മക്കള് മോനാണെങ്കിൽ ജോലിയും കഴിഞ്ഞ് രാത്രിയിലാണ് വരുന്നത്. അവനിത് വല്ലതും അറിയാനിപ്പോ. അവൻ വന്ന് കിടന്ന് രാത്രി കിടന്ന് എന്റെ അമ്മ എന്തി പറഞ്ഞ് കാട്ടിനകത്തൊക്കെ കയറി കിടന്ന് തപ്പി നടക്കണ്ടായി. അത് പേടിച്ചാൽ അവൻ പറയാം അമ്മ മല കയറി പോവല്ലേ. മക്കൾ 2ഉം പറയും, പെണ്ണും പറയും ആണും പറയും അമ്മ മല കയറി പോവല്ലേ. ഇനി ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഈ മനുഷ്യനാട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം. ഇവിടെ ആരും വന്നിട്ടില്ല. പുലി വന്നിട്ടില്ല. ഇതൊന്നുമില്ല. ചെന്നല്ല വേറെ ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ ചെന്നായ ഉണ്ട്. ചെന്ന നേരത്തെ ഉണ്ട്. ഇപ്പൊ പുലിയായി ആനയായി. ഇപ്പൊ കരയാനൊന്നും വയ്യ. 2 വർഷത്തേക്ക് കട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കരയത്തൊന്നുമില്ല. തീറ്റയും വെള്ളമൊന്നും കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പേടിച്ച് കിടക്കുമല്ലോ. ഇതല്ലേ മൂത്ത കുട്ടി. ഇതുപോലെ കടുംചായൊക്കെ കൊടുത്ത് വളർത്തി എടുത്തതാണ്. ഇത് വീണെന്ന് പിന്നെ മരുമോളാ രാവിലെ പറഞ്ഞത്. അവര് വെളുപ്പിനെ 5-5:30 ആകുമ്പോൾ അവര് എഴുതിച്ച് പിള്ളേർക്ക് പള്ളിക്കൂടത്തിൽ പോണ്ടേ. എന്നാലും അവര് പാചകമൊക്കെ ചെയ്യാൻ ഇറങ്ങുമ്പോഴാ എല്ലാവരും വന്ന് മെമ്പറും എല്ലാം ഞങ്ങളുടെ മെമ്പറും ഒക്കെ വന്നു. പിന്നെ MLA സാറിനെ വിളിച്ച് MLA സാർ ഇവിടെ ഇല്ല, നാളെ വൈകിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നോട് ഞാൻ സംസാരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ നാളെ അങ്ങോട്ട് വരും എന്ന്. ബാംഗ്ലൂരിലെങ്ങാണ്ട് പോയിരിക്കുക. നാളെ വരുമെന്ന് പറഞ്ഞു. മണിക്കുട്ടി അന്നേ ഇട്ട് അവര് കൂട് കൊണ്ടിട്ടപ്പോഴേ ഇട്ട്. നിങ്ങളെല്ലാം ഇവിടെ വന്നപ്പോഴേ ഇട്ടിട്ടുണ്ട്.
പിന്നെ എനിക്ക് ഭയങ്കര പേടിയല്ലേ, ഈ ഒരു കുട്ടിയല്ല ഉള്ളത്. ഒന്നാ തന്നെ ഇതിന് പിന്നെ കഞ്ചാവ് കൊടുത്തും മലയൊക്കെ കൊടുത്തല്ലേ വളർത്തുക. പാല് കുടിച്ചിട്ടില്ലല്ലോ, അങ്ങനെ കൊടുത്ത് വളർത്തിയാൽ എനിക്ക് ഇപ്പൊ കുറെ ദിവസം കൊണ്ട് കരയത്തില്ല. ഞാൻ കൊച്ചുമോനെ പോയി ഇറക്കി കൊണ്ടുവന്നത്. സാറുമാർ ഇവിടെ വന്നപ്പോൾ ഒരു ദിവസം അതിനകത്ത് ഇട്ടേക്കോ, ഞാൻ 2 ദിവസം ഇട്ടേക്കോ. ഞാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ സാറുമാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ കരഞ്ഞ് വിളിച്ച് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇറക്കണമെന്ന്. പകലുള്ള നേരം നിങ്ങൾ ഇറക്കിക്കോളും, വൈകിട്ട് 5:30 ആകുമ്പോൾ അതിനകത്ത് കാട്ടണം, ടീച്ചിങ് കൊടുത്ത് കാട്ടണം. അങ്ങനെ പറ്റും.